ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സും അതിനുള്ള ഉത്തരങ്ങളും തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും, പക്ഷേ അവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവർക്ക് കൂടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, എനിക്ക് പീരീഡ്സ് മിസ്സായിട്ട് 5 days ആയി. ഇന്ന് ബീറ്റ HCG ടെസ്റ്റ് ചെയ്തപ്പോൾ <2 ആണ്. പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോ? അപ്പോൾ ബീറ്റ HCG വാല്യൂ <2 എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. ഇനിയും പീരീഡ്സ് മിസ്സായിട്ട് 5 days ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് പീരീഡ്സ് മിസ്സായിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. ഒന്നുകൂടെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു കമൻ്റ് ആണ്, ഈ അടുത്ത് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞവരുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞവർ ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നവരുണ്ട്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നവരോടും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞവരോടും ഒക്കെ പറയാനുള്ളത്, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങളെല്ലാവർക്കും ലഭിക്കും. അപ്പോൾ പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യമാണ്, എൻ്റെ മോന് 2 month ആയി, ഭയങ്കര വേദന, കരയുമ്പം വീർത്ത് വരും, എന്താണ് റീസൺ? ഇത് കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി വീർത്തിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ വീഡിയോയുടെ അടിയിൽ വന്ന കമൻ്റ് ആണ്. അപ്പോൾ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി വീർത്തിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കമൻറ്റിനകത്ത് വേദനയുണ്ട് എന്ന് പറഞ്ഞു. കുഞ്ഞ് കരയുമ്പോൾ പൊങ്ങുന്നത് അത് കുഴപ്പമില്ല, പക്ഷേ വേദനയുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്ചാർജസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ കാരണമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊന്ന് പീഡിയാട്രിക് ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കണം. അത് നമുക്ക് ഇൻഫെക്ഷൻ്റെ കാരണം കൊണ്ടല്ല കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി വീർത്തിരിക്കുന്നത്, അംബിലിക്കൽ ഹെർണിയ ഒന്നുമല്ല എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് പ്രൊലാക്റ്റിൻ കൂടുതലാണ്, 168.4 ആണ്, എനിക്കിപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അപ്പോൾ പ്രൊലാക്റ്റിൻ്റെ ലെവൽ പ്രഗ്നൻസിയിൽ ഇൻക്രീസ് ആകുന്നത് നോർമൽ തന്നെയാണ്. 168.4 എന്ന് പറയുന്നത് പ്രഗ്നന്റ് വുമണിനകത്ത് പ്രൊലാക്റ്റിൻ്റെ ലെവൽ വളരെ വളരെ നോർമലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, മെഡിസിൻ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക. അടുത്ത ചോദ്യമാണ്, ചേച്ചി പ്ലീസ് റിപ്ലൈ, 0.100 ആണ് വാല്യൂ, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പോൾ 0.100 ബീറ്റ HCG വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. പീരീഡ്സ് മിസ് ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പീരീഡ്സ് മിസ് ആയതിൻ്റെ റീസൺ ഒന്ന് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും പീരീഡ്സ് ഇപ്പോഴും ആയിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യമാണ്, എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കോവയ്ക്ക കഴിക്കാമോ? അപ്പോൾ തീർച്ചയായിട്ടും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കോവയ്ക്ക കഴിക്കാവുന്നതാണ്, ഒരു പ്രോബ്ലവും ഇല്ല. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് സെക്കൻഡ് ടൈം എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു, 15th HCG ടെസ്റ്റ് വാല്യൂ 16.22 ഉള്ളൂ, ഡോക്ടർ ഒന്നുകൂടെ റീടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, വാല്യൂ ഇനിയും ഇൻക്രീസ് ആകുമോ? അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം 16.22 എന്ന് പറയുന്ന HCG വാല്യൂ വളരെ ലോ ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ചിലവർക്ക് ഇൻക്രീസ് ആകാറുണ്ട്, ചിലവർക്ക് ഡിക്രീസും ആകാറുണ്ട്. അപ്പോൾ ഹെൽത്തി പ്രഗ്നൻസി ആണ് എങ്കിൽ തീർച്ചയായിട്ടും തനിയെ വാല്യൂ ഇൻക്രീസ് ആകും. അപ്പോൾ ടെൻഷൻ ആകാതെ ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് 2 day 5 എംബ്രിയോയും 1 day 3യുമാണ് ട്രാൻസ്ഫർ ചെയ്തത്, 14 ഈ മാസം. ബട്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല എന്നോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമേ ഇല്ല. കാരണം ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകാതെയും നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാറുണ്ട്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ സന്തോഷമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു, 8th സബ്ക്യൂട്ടേനിയസ് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് വരെ ഇഞ്ചക്ഷൻ കയ്യിലാണ് എടുത്തിരിക്കുന്നത്, തൈസിൽ എടുത്തിട്ടില്ല, കുഴപ്പമുണ്ടോ? അപ്പോൾ തൈസിൽ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പക്ഷേ നമ്മളോട് ഡോക്ടർ പറഞ്ഞ പോലെ എന്തായാലും പ്രൊജസ്ട്രോണിന്റെ ഇഞ്ചക്ഷൻ നമ്മൾ ഡോക്ടർ പറഞ്ഞ ഡോസിൽ തന്നെ എടുക്കണം, അത് നിർബന്ധമാണ്. കാരണം നമ്മുടെ ഈ പ്രഗ്നൻസി ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ്. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞ പോലെ പ്രൊജസ്ട്രോണിന്റെ ടാബ്ലറ്റ് ആയാലും ഇഞ്ചക്ഷൻ ആയാലും നമ്മളോട് ഏത് രീതിയിലാണ് ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഇന്നേക്ക് 13 ദിവസമായി, ഞാൻ ഇന്നലെ HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 23.7 ഉണ്ടായിരുന്നു. ഇനി 2 days കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്,
പോസിറ്റീവ് ആകുമോ? അപ്പോൾ 23.7 എന്ന് പറയുന്നത് HCG വാല്യൂ വളരെ ലോ ആണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷ കൈവിടണ്ട. നമ്മൾ ഒന്നുകൂടെ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലവർക്ക് കൂടാറുണ്ട്, എന്നാൽ ചിലവർക്ക് കുറഞ്ഞു പോകാറുമുണ്ട്. അപ്പോൾ എന്തായാലും അധികം ഹോപ്പ് വെക്കേണ്ട. നമ്മൾ എന്തായാലും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളുടേത് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും തനിയെ HCG വാല്യൂ ഇൻക്രീസ് ആകും. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് ടോപ്പ് ക്വാളിറ്റി എന്നാണ് പറഞ്ഞത് 5 എംബ്രിയോസ്, അത് എന്ത് മീനിങ് ആണ്? ടോപ്പ് ക്വാളിറ്റി എംബ്രിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുഡ് ഗ്രേഡ് എംബ്രിയോസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എംബ്രിയോ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ട് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാകും. ഏതായാലും ഇതിനകത്ത് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ടോപ്പ് ക്വാളിറ്റി എംബ്രിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സക്സസ് റേറ്റ് കൂടുതലുള്ള എംബ്രിയോസ് തന്നെയാണ്. അപ്പോൾ അതോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യമാണ്, ചേച്ചി എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എനിക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, വേറെ സിംറ്റംസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വേറെ സിംറ്റംസ് ഒന്നും തന്നെ ഇല്ല എന്ന് ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അബ്ഡോമിനൽ പെയിൻ എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് വളരെ നോർമൽ ആണ്. നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ അപ്പോൾ അതോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യമാണ്, 5852 HCG വാല്യൂ എനിക്ക് 5 വീക്സ് ആയി, കുഴപ്പം വല്ലതുമുണ്ടോ? അപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. 5 വീക്സിൽ 5852 HCG വാല്യൂ വളരെ നോർമൽ ആണ്. ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ചോദ്യമാണ്, മാഡം എനിക്ക് കഴിഞ്ഞ ആഴ്ച 6 വീക്സ് സ്കാൻ ചെയ്തപ്പോൾ നോ ഡെഫിനിറ്റ് എംബ്രിയോ എന്ന് കാണിച്ചു. ഡോക്ടർ 2 വീക്സ് കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ചെറിയ ബ്ലീഡിംഗ് സ്പോട്ട് കാണിക്കുന്നത് കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ആണ്. നമ്മുടെ പ്രഗ്നൻസി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതിനെ ഒന്ന് സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ആ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് മുന്നോട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് മുന്നോട്ട് നമ്മുടെ പ്രഗ്നൻസിയിൽ സംഭവിക്കുന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ചോദ്യമാണ്, ഹായ് എൻ്റെ ലാസ്റ്റ് പീരീഡ്സ് ആയത് 5/7/24 ആണ്. PCOD ഉള്ളത് കൊണ്ട് കറക്റ്റ് പീരീഡ്സ് ആവാറില്ല. ബട്ട് 8/8 മുതൽ ചെറുതായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്. ബ്ലീഡിംഗ് എന്നാണോ സ്പോട്ടിംഗ് എന്നാണോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സാറ്റർഡേ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബീറ്റ HCG 10.20 ആണ്. പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടാകുമോ? 48 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലീഡിംഗ് കൂടാതെ നടുവേദന, വയറുവേദന, ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ പ്രഗ്നൻസി സിംറ്റംസ് ആണെങ്കിൽ കൂടി നമുക്ക് പ്രഗ്നൻസി മുന്നോട്ട് കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയി പോകുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. കാരണം ബീറ്റ HCG വാല്യൂ എന്ന് പറയുന്നത് 10.20 ആണ്. വാല്യൂ പോസിറ്റീവ് ആണ്, പക്ഷെ വളരെ ലോ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്നുകൂടെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. നമ്മുടേത് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണ് എങ്കിൽ തീർച്ചയായിട്ടും 48 മണിക്കൂർ കഴിയുമ്പോൾ ഈ വാല്യൂ ഡബിൾ ആകും. അപ്പോൾ അതുവരെ എന്തായാലും സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുക. അടുത്ത ചോദ്യമാണ്, 2x8 സെൽ ഗുഡ് ആണോ ചേച്ചി? അപ്പോൾ എംബ്രിയോ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്രേഡ് എംബ്രിയോസ് ആയാലും അത് നല്ലതാണോ, ടോപ്പ് ക്വാളിറ്റി ആണോ, മോശമാണോ എന്നൊക്കെ ആ വീഡിയോയിലൂടെ മനസ്സിലാകും. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, പീരീഡ്സ് ആവുന്നതിന് 3-4 ദിവസം മുമ്പ് എനിക്ക് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ഡിസ്ചാർജ് ആവും, നല്ലോണം ഒന്നും ആവില്ല. 4 months ഒക്കെ ആയി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ പീരീഡ്സ് ആവുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ലൈറ്റ് ബ്രൗൺ കളർ ഡിസ്ചാർജ് വരുന്നത് വളരെ നോർമൽ ആണ്. പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യവുമില്ല. അടുത്ത ചോദ്യമാണ്, HCG 4.22 ആണ്, പോസിറ്റീവ് ആണോ? HCG
4.22 എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യമാണ് 0.36 ആണ്. തൈറോയിഡ് ഉണ്ട്, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ 0.36 എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ എത്ര ദിവസമായി പീരീഡ്സ് മിസ് ആയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ അതനുസരിച്ച് പീരീഡ്സ് മിസ് ആയിട്ട് ഒത്തിരി ദിവസമായെങ്കിൽ തീർച്ചയായിട്ടും പീരീഡ്സ് ഇപ്പോഴും ആയിട്ടില്ല എങ്കിൽ ഡോക്ടറെ കാണിച്ച് എന്തുകൊണ്ടാണ് പീരീഡ്സ് മിസ് ആയതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് തിരഞ്ഞെടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം താഴെ കമന്റ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്. ബൈ.